ഹലോ എവരി വൺ, വെൽക്കം ടു രാവൺ. കുറച്ച് നാളായി ഒരു വ്ളോഗ് എടുത്തിട്ട്. മഴയൊക്കെ ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റിയില്ല, പിന്നെ പനിയൊക്കെ പിടിച്ചു. അപ്പം ഇന്ന് ചുമ്മാ അങ്ങ് ഇറങ്ങാമെന്ന് വെച്ചു. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചു വന്നു, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. പനിയൊക്കെ പിടിച്ചുകൊണ്ട് വണ്ടി പിന്നെ അധികമൊന്നും എടുത്തില്ല, ശോകമായിപ്പോയി. നമുക്ക് വണ്ടി ഇവിടെ നിന്നൊരു യൂ ടേൺ എടുക്കാം. ഞാനുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വീഡിയോസ് അധികം ഇടാത്തതുകൊണ്ട് ചാനലിൻ്റെ ഗ്രോത്ത് മന്ദഗതിയിലായിപ്പോയി. എന്തായാലും ഇമ്പ്രൂവ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഓൾറെഡി ഉണ്ടായിരുന്ന പോസ്റ്റൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. യൂട്യൂബിലായിരുന്നു കുറവ്. ഞാൻ ഷോർട്സ് ഇടുന്നതൊക്കെ കുറച്ചു, കാരണം എടുക്കാൻ പറ്റിയില്ല. അതുപോലത്തെ ഒരു സിറ്റുവേഷനായി പോയായിരുന്നേ. കൊള്ളാമല്ലോ. ഏതായിരുന്നു വണ്ടി? സോണ്ടസ് ആവും. വണ്ടി ഇപ്പം സർവീസിന് ഡ്യൂ ആയിട്ടുണ്ട് 20,000-ൻ്റെ. ഇപ്പോൾ പെയ്ഡ് സർവീസാണ്. അപ്പം ഞാനിപ്പം കോട്ടയത്ത് കൊടുക്കണോ പാലായിൽ കൊടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലിരിക്കുക. കോട്ടയത്ത് കോൺകോടിൽ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അവിടെ കൊണ്ട് കൊടുക്കാനുള്ള ഒരു ടൈം കിട്ടത്തില്ല. അപ്പോൾ പാലായിൽ ഞാൻ ഫസ്റ്റ് ടൈം കൊടുക്കണോ, എവിടുത്തെ എങ്ങനെയാണ് സർവീസൊന്നും അറിയത്തില്ല. അത് കൊടുക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്ലാനിൽ അടുത്ത ആഴ്ച വണ്ടി കൊടുക്കണം. ഇപ്പം 19,695 ആയിട്ടുണ്ട് ഓഡോയിൽ. 20,000 ബ്ലോക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്തായാലും പ്രത്യേകിച്ച് ഈ ടൗണിൽ കൂടെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം. ഞാൻ ഇത്രയും വർഷമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കും, എന്നാലും എനിക്ക് ടൗണിൽ കയറുമ്പം പിന്നെ ഓട്ടോക്കാരുടെ അടുത്തും ഒക്കെ എനിക്ക് പേടിയാണ്. പിന്നെ ജനറലൈസ് ചെയ്ത് പറയാമെന്ന് വിചാരിക്കരുത്, ലേഡീസിൻ്റെ സ്കൂട്ടർ ഓടിയിലും എനിക്ക് പേടിയാണ്. കാരണം അവരെപ്പോഴാണ് എങ്ങോട്ടാണെന്നും പറയാൻ പറ്റത്തില്ല. ഓട്ടോക്കാരെ പോലെ തന്നെ നല്ലപോലെ ഓടിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. നമുക്ക് മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് സമാധാനമായിട്ട് സംസാരിച്ചു പോവാം. മഴയാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ടോ? മഴക്കാറുണ്ടോ? പെയ്യുവാണെ പെയ്യട്ടെ. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ്. കൈക്കോട്ടുണ്ട്. മഴയാണെങ്കിൽ വ്ളോഗ് ചെയ്യൽ നടക്കുകയല്ലോ, അതൊരു പ്രശ്നം. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് വഴിയിൽ വണ്ടി ഓടിയതിൻ്റെ കാര്യം. ഓട്ടോക്കാരെ എനിക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പം കൃത്യം ഒരു കൊല്ലമായിട്ടുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് 4-ാം തീയതി എനിക്കിട്ട് ഒരു ഓട്ടോക്കാരൻ, നമ്മുടെ ഈ വണ്ടിയല്ലോ ഇൻ്റർസെപ്റ്റർ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ രാവിലെ ഓഫീസിൽ പോകുമായിരുന്നു. ഒരു ഓട്ടോക്കാരൻ വന്ന് ഇടിച്ചതാണ്. കൃത്യം ഒരു കൊല്ലമായി. അതൊരു പക്ഷേ അങ്ങനെ ഒരു സ്റ്റോറി ഇതിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ഈ ബാരൻ മിറേഴ്സ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇതിനൊന്നും പറ്റിയിട്ടില്ല. ഞാൻ മറ്റേ നോർമൽ മിററായിരുന്നു. അത് ലൂസായി പോയതേ ഉള്ളൂ. വണ്ടി ക്രാഷ് കാർഡിൽ നിന്നു. അതായത് ഞാൻ പയ്യെ വന്നത്, അതുകൊണ്ട് വലിയ ഇടി ഉണ്ടായില്ല. അയാളൊരു വഴിയിലോട്ടങ്ങ് വണ്ടിയൊക്കെ കയറ്റി, അതുപോലെ തന്നെ നേരെ റിവേഴ്സ്. ഞാനൊരു കയറ്റം കയറി വരുമായിരുന്നു. അപ്പോൾ കയറ്റം കയറി വരുമ്പം നമുക്ക് ആ ഭാഗം ബ്ലൈൻഡ് സ്പോട്ടാണ്. അപ്പോൾ പുള്ളി ആ വന്ന വരവിന് കയറിയിട്ട്, അവിടെ നിന്നവർ പറഞ്ഞു വന്ന വരവിന് കയറിയിട്ട് അതുപോലെ തന്നെ റിവേഴ്സ് എടുത്തു. അപ്പോൾ ഞാൻ ഓണടിച്ച് കഴിഞ്ഞു, പുള്ളി അതൊന്നും കേട്ടില്ല. രാവിലെ സ്കൂളോട്ടം പോയ ഓട്ടോ ആയിരുന്നു, വണ്ടിയെ നിറച്ച് സ്കൂൾ പിള്ളേർ. അത് നേരെ വന്ന് എൻ്റെ ഈ ഹാൻഡിലിലോട്ട് അടിച്ചത്. പുതിയ വണ്ടിയല്ലേ, വണ്ടിയോടുള്ള അമിതമായ സ്നേഹം മൂലം എൻ്റെ പൊട്ടബുദ്ധിക്ക് ഞാൻ ഈ കൈ കൊണ്ട് എൻ്റെ ഇടയ്ക്കോട്ട് വെച്ചു. എൻ്റെ ഈ ചെറുവിരൽ കൂട്ടി കിട്ടിയത്. അങ്ങനെ അത് ഒടിഞ്ഞു. അതിനും കൃത്യം ഒരു കൊല്ലം മുന്നേ 2 സ്കൂട്ടർ പെണ്ണുങ്ങൾ വന്നിട്ട് ഇതുപോലെ തന്നെ, അന്ന് ഞാൻ എൻ്റെ സ്കൂട്ടറിനാണ് പോയിക്കൊണ്ടിരുന്നത് ഇറയൊക്കെ, ഇതുപോലെ വന്ന് ഇടിച്ചതാണ്. അന്ന് എൻ്റെ വിരൽ ഇതേ സ്പോട്ടിൽ ഒടിഞ്ഞു. അന്ന് ഞാൻ കൈകൊണ്ട് തടഞ്ഞു വന്നല്ലോ, പക്ഷേ ആ വണ്ടിയുടെ എന്തോ ഹാൻഡിലോ ലിവറോ ആണ്ട് വന്നിട്ട് എൻ്റെ ഈ വിരലിനിട്ട് ഇടിച്ചത്.
അപ്പം കൃത്യം ആ വിരൽ ഒടിഞ്ഞെടുത്ത് തന്നെ കൃത്യം ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും. അതുകൊണ്ട് ഇപ്പോൾ ഈ വിരലിങ്ങനെ വളഞ്ഞായിരിക്കുന്നു. ചെറുവിരൽ കണ്ടാൽ നിങ്ങൾക്കറിയാം. ചേട്ടൻ നോക്കുക ഞാൻ എൻ്റെ കൈയൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത്. അന്നേരം അങ്ങനെ ഒരു 2 ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഈ വിരലിൽ. ശരിക്കും പറഞ്ഞാൽ ഗ്ലൗ ഇട്ട് വണ്ടി ഓടിച്ച് ഞാനത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലൗ ഇട്ടേ വണ്ടി ഓടിക്കാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇടാതെ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ചെറുവഴി ആയതുകൊണ്ട് ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോഴാണേലും ഗ്ലൗസും ജാക്കറ്റും ഒക്കെ ഇട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. എന്തിനാണ് നമ്മൾ വെറുതെ റിസ്ക് എടുക്കുന്നത്? പറ്റുവാണെങ്കിൽ ബൂട്ട് ഇടുക കാലിൽ. കാരണം നമ്മൾ അല്ലാതെ വലിയ വീഴ്ചയൊക്കെ വീണ് കഴിഞ്ഞാൽ കാലിൻ്റെ കിടപാട് വരും. സേഫ്റ്റി പ്രിക്കോഷൻസ് എപ്പോഴും നമ്മൾ എടുക്കണം. റോഡിൽ നമ്മൾ അങ്ങേറ്റം ശ്രദ്ധിച്ചേ വണ്ടി ഓടിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഉറപ്പാണ് എൻ്റെ പൊന്നു മക്കളെ നല്ല പണി കിട്ടും. കാരണം നമ്മുടെ റോഡിലിപ്പം ആൾക്കാർ അതുപോലെ വണ്ടി ഓടിക്കുന്നു. ഒരു നോട്ടവും ഇല്ല, ഒരു മര്യാദയില്ല. എന്നാത്തിന് ഇങ്ങനെയൊക്കെ ഓടിക്കുക? ഇപ്പം വല്ല ആഘോഷ ദിവസമൊക്കെ ആണെങ്കിൽ വഴിയിലോട്ട് ഇറക്കാൻ പറ്റത്തില്ല. കള്ളിൻ്റെ അയ്യര് കളിയായിരിക്കും. കള്ളും കുടിച്ച് വഴിയിലിറങ്ങി ചുമ്മാ തോന്നിയ ദിവസം കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് CMS കോളേജിൽ അവിടുത്തെ KSU നേതാവിൻ്റെ വാർത്തയൊക്കെ കേട്ട് കാണുമല്ലോ. ഞാൻ ആ സിറ്റുവേഷനിൽ ആലോചിക്കും, ഞാനും എൻ്റെ ഫാമിലി ആ സമയത്ത് ആ വഴിയിലുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമല്ലോ. അതുപോലെയല്ല എല്ലാവരുടെയും കാര്യം. എല്ലാവർക്കും ഫാമിലിയും പിള്ളേരും ഒക്കെ ഉള്ളതാണ്. എന്തിനാണ് വെറുതെ ബാക്കിയുള്ളവരുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയിട്ട് എന്താ അതുകൊണ്ട് നേട്ടം കിട്ടുന്നേ? നിനക്കൊന്നും പറ്റത്തില്ലെങ്കിൽ നീ വീട്ടിൽ ഇരിക്കടാ. പിന്നത് നീ വണ്ടി എടുത്തുകൊണ്ട് വഴിയിലോട്ട് ഇറങ്ങുന്നേ? എന്നെ അതിൻ്റെ ആവശ്യം ഇരിക്കുന്നേ? വെറുതെ ബാക്കിയുള്ള മനുഷ്യരുടെ ജീവിതം കളയാനായിട്ട്. ഇതിപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് നിനക്കൊന്നും കുഴപ്പമില്ലായിരിക്കും. വേറെ വല്ല രാജ്യത്ത് വേണമെങ്കിൽ നീയൊന്നും പിന്നെ പുറംലോകം കാണത്തില്ല. എനിക്ക് ആ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കുന്ന കാര്യം വേറൊന്നുമില്ല. ആ വണ്ടി ചെന്ന് എത്ര വണ്ടികൾക്കിട്ടായിരിക്കും. ഒരു ലാസ്റ്റ് ഒരു ഓട്ടോ ചേർന്നിട്ട് വന്നിരിക്കുന്നുണ്ട്. ആ പാവത്തിൻ്റെ ജീവിതമാണ് ആ വണ്ടി. ആ പുള്ളി ആ വണ്ടി ഇടിച്ചതും കണ്ടുകൊണ്ട് നടന്നു വരുന്നത് കണ്ടിട്ടുണ്ടല്ലോ, ചങ്ക് പൊട്ടിപ്പോയി. എത്ര വണ്ടികൾക്കിട്ട് അവർ 2 പിള്ളേർ വഴി സൈഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അവരെ തൊട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വണ്ടി പോയത്. ഈ വരുന്ന ജനറേഷനോട് ഞാൻ പറയാം, ദയവ് ചെയ്ത് കള്ളൊന്നും കുടിച്ചിട്ട് വണ്ടിയിലോട്ട് കയറരുത്. കാരണം നിങ്ങൾക്ക് മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്. നിങ്ങൾ കള്ള് കുടിച്ച് വണ്ടി കയറി നിങ്ങൾക്ക് പ്രശ്നമില്ലായിരിക്കും. കാരണം നിങ്ങൾ വീണാൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും. അതുപോലെയല്ല ബാക്കിയുള്ളവരുടെ കാര്യം. ബാക്കിയുള്ളവർ മര്യാദയ്ക്ക് കുടുംബം നോക്കി അവനവൻ്റെ ആവശ്യത്തിന് വഴിയിലോട്ട് ഇറങ്ങുന്ന ശ്രദ്ധിച്ച്, ബാക്കിയുള്ളവർക്ക് ഒരു കുഴപ്പം വരരുത് എന്ന് ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നിന്നെപ്പോലെ സൂക്കേട് മൂത്ത് ഈ വണ്ടിയെ കയറിയിട്ട് അഭ്യാസം കാണിക്കുമ്പോൾ അത് അഭ്യാസം നല്ല പറഞ്ഞു. അവന് ബോധമില്ല. അവനെ വലിച്ച് നിലത്തിട്ടപ്പോൾ റോട്ടിൽ അവൻ ബോധമില്ലാതെ കിടക്കുമോ കണ്ണടച്ച്. അത്രയും ബോധമില്ലാത്തവൻ എങ്ങനെയാ വണ്ടി ഓടിച്ചു അറിയാൻ മേല. ഇതൊക്കെ ഇവിടെ തന്നെയാണല്ലോ നടക്കുന്നതെന്ന് ഓർക്കുന്നത്. ഇതിൻ്റെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ? അത് എന്നാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതോ ഇനി അവനെ ആരെങ്കിലും പെടുത്തുകയാണോ? അതും അറിയത്തില്ല. അല്ലെ സ്വന്തമായിട്ട് ആലോചിച്ച കള്ളു കുടിച്ചു കഴിയുമ്പം കൂടെ ആരും ഇല്ലായിരുന്നു എന്തോ. ഇവന് കൊടുത്ത് മനഃപൂർവ്വം വണ്ടി കൈ കൊടുത്ത് ഇവൻ പോട്ടെ, അവനൊരു പണി കൊടുത്താണ് ഇനി അങ്ങനെ ഫ്രണ്ട്സ് ചേർന്ന്. എന്നാ കാര്യം ആർക്കറിയാം. എന്നായാലും അതിലൊരു പ്രോപ്പറായിട്ടുള്ള അന്വേഷണവും വേണം, അതിനൊരു തീരുമാനമാക്കണം. അല്ലാതെ ഒന്നും കാര്യം നടക്കത്തില്ല. വെറുതെ ജയിൽ പിടിച്ചിട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഇതെന്താ കാര്യം? പ്രോപ്പറായിട്ടുള്ള ആക്ഷൻ എടുക്കണം. അല്ലാതെ കുറച്ച് നാൾ ജയിലിൽ പിടിച്ചിട്ടിട്ട് ഇറക്കി വിടുന്ന കാര്യം നടക്കുന്ന കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ഇവിടെ വെച്ച് CIAയുടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാമായിരിക്കും. പാട്ടിൻ്റെ ഇടയ്ക്കുള്ള അവരിരുന്ന് ചായക്കടയിൽ ചായ കുടിക്കുന്ന സീൻ ആ ഭാഗത്ത് വെച്ചാണ് എടുത്തിട്ടുള്ളത്. ഈ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ ഈ മഴക്കാറ് കാണുമ്പോൾ ഒരു ടെൻഷനാണ്. വണ്ടി മഴയത്ത് ഓടിക്കാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഡിപ്പെൻസ് സിറ്റുവേഷൻ അനുസരിച്ച്. എപ്പോഴും ഒന്നും ഇഷ്ടമില്ല.
കുറച്ചുകൂടെ ഇപ്പുറത്തായിരുന്നെങ്കിൽ ആ വരയുടെ ഇപ്പുറത്ത് കിടന്ന് സംസാരിക്കാമായിരുന്നല്ലോ. അതാകുമ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ബൈക്കായതുകൊണ്ട് കുഴപ്പമില്ല. കാറാണെങ്കിലും ആ കാറ് കുറച്ചുകൂടെ കാര്യം ശരിയാ, സൈഡിൽ ഒതുക്കാനൊന്നും ഇടയില്ല. കുറച്ചുകൂടെ ഒന്ന് ഒതുക്കിയിട്ടിട്ട് ആദ്യം ഇപ്പുറത്തൊന്ന് സംസാരിക്കുകയാണെങ്കിൽ അത്രയും കൂടെ ബുദ്ധിമുട്ട് ഒഴിവാകട്ടെ. വേറെ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടിയെ വരുന്നെന്നുണ്ടെങ്കിലും ഇതൊക്കെയാണ് മെൻറ്റാലിറ്റീസ് ആൾക്കാരുടെ. ഞാൻ എവിടെ നിൽക്കും, നിനക്ക് എന്നാ ചെയ്യാൻ പറ്റും? എല്ലാവരും ഇങ്ങനെ. റോഡ് മാനേഴ്സും ഇല്ല, പൗരബോധവും ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും അല്ല പറയുന്നത്, പക്ഷേ എന്നെ കൊണ്ട് ചെയ്യാൻ നേരം മാക്സിമം ഞാൻ ചെയ്യുന്നുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. റോഡിലിറങ്ങിയിട്ട് അതെല്ലാവരും ആ ഒരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടുത്തെ പകുതി പ്രശ്നവും തീരും, പകുതി കൂടുതൽ പ്രശ്നവും തീരും. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്ന് പറയുന്നത് എനിക്ക് ആ ന്യൂസ് കേട്ടപ്പോഴത്തേക്ക് അങ്ങ് കണ്ടമാനം ഫ്രസ്ട്രേറ്റഡ് ആയി. അപ്പോൾ അതിൽ നിന്ന് വന്നിട്ട് ഇത് എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്നൊരു തോന്നൽ വന്നു. ഒത്തിരി പേരൊന്നും ഈ വീഡിയോ കാണത്തില്ല, അങ്ങനെ കാണുന്നവർ. എൻ്റെ ചാനലിൽ അത്ര വ്യൂസൊന്നുമില്ല, പക്ഷെ ഉള്ളവർ കാണട്ടെ. 10 പേരെങ്കിൽ 10 പേര്, അത്ര ആൾക്കാർ ഇത് കാണുകയല്ലേ. അന്നേരം അത്ര ആൾക്കാരും കൂടെ ഇത് ചിന്തിക്കുകയല്ലേ. ഈ ന്യൂസൊക്കെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോകും. അതൊന്നും ആരും ഓർക്കുകയില്ല. ഇത് അത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത് അതിനനുസരിച്ച് സംസാരിക്കാനൊക്കെ ഇവിടെ ആൾ വേണം. നിയമങ്ങൾ കർശനമാക്കണം. അനാവശ്യമായിട്ടുള്ള നിയമങ്ങളായി നാട്ടിൽ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനൊക്കെ ഭയങ്കര ആവേശമാണ്. ഇപ്പൊ ഈ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തൊക്കെ എന്നാ കുറ്റവാ, എൻ്റെ പൊന്നോ. പിന്നെ അവന് ജീവിക്കണ്ട, അവനെ അങ്ങോട്ട് വലിച്ചു കീറുകയല്ലേ കുമ്മിടി എല്ലാം കൂടെ ചേർന്നിട്ട്. വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഇവർക്ക് ഇത്ര ഇതാക്കാൻ വേണ്ടിയിട്ട്, എന്തെല്ലാം കാര്യങ്ങൾ. പാവപ്പെട്ട വണ്ടിയിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ തെറ്റാ. ഇതൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിൽ. വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. യുക്തിബോധമില്ലാത്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ, സത്യം പറഞ്ഞ പുച്ഛം പുതിയ ജനറേഷനും എല്ലാവർക്കും. ഇപ്പം ഞാൻ ഈ ക്രോസ് ചെയ്ത ഈ ജംഗ്ഷൻ ഇവിടെ വരുമ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അങ്ങോട്ടോ ഇങ്ങോട്ടോ നോക്കാതെ റോക്കറ്റ് വിട്ട പോലെയാണ് വണ്ടികൾ കടന്നു പോകുന്നത്. അപ്പം ഈ റോക്കറ്റ് വിട്ട പോലെ പോകുന്നവൻ അപ്പുറത്തുനിന്ന് അതുപോലെ തന്നെ ബോധമില്ലാത്ത ഒരുത്തം വന്നു കഴിഞ്ഞാൽ എന്നാ ചെയ്യും? നല്ല ഇടിയുണ്ടാവും. ഭാഗ്യത്തിന് അങ്ങനെ എപ്പോഴും ഇടിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ജംഗ്ഷനിൽ, പക്ഷേ അങ്ങനെ ഒത്തിരി ഒന്നും ഉണ്ടായിട്ടില്ല. അത്ര വണ്ടികൾ വരാറില്ല. വന്നാൽ നമ്മളെപ്പോഴും സൂക്ഷിച്ചെന്ന് വെച്ചുകൊണ്ട് നമുക്കൊന്നും പറ്റാൻ പോകുന്നില്ലല്ലോ. ഈ ഒരുപാട് സൂക്ഷിച്ച് വണ്ടി ഓടിക്കുന്നവര് പുച്ഛിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഒരു പരിധി കൂടുതൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ റോഡിലിട്ട് നിരക്കി നമുക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഞാനതല്ല പറയുന്നത്. സിഗ്നലൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കി ഓടിക്കുന്ന ആൾക്കാരോട് പുച്ഛകളുടെ ആൾക്കാരുണ്ട്. അല്ലേ, വഴിയുടെ നടുക്ക് നിർത്തി വർത്താനം പറയുന്നു. ഈ വേട്ടാവാളിയന്മാരൊക്കെ എന്നാ ചെയ്യാനാന്ന് പറയാം. എല്ലാം വടക്ക് നോക്കി യന്ത്രം പോലെ തന്നെ നോക്കുന്നുണ്ടോ. ഫ്രണ്ടിൽ ഈ ഒരു ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്തിട്ടേ ഈ വണ്ടി വരുന്ന കാണുമ്പോൾ നോക്കുന്ന അവരെ പറഞ്ഞിട്ടേ. ഇപ്പൊ ഞാനാണേലും അങ്ങനെ നിൽക്കുമ്പോൾ നോക്കും. പക്ഷെ എനിക്കൊരു ചമ്മല, ഞാൻ ചെയ്യാൻ പറ്റും. ഞാനിത് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയാലെന്നൊക്കെ ഓർത്തപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾക്ക് കറണ്ടില്ലായിരുന്നു. വെള്ളിയാഴ്ച പോയ കറണ്ട് ഞായറാഴ്ച രാത്രിയിലാണ് വന്നത്. KCയുടെ മുമ്പ് ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ജോലി ചെയ്യാൻ ആളില്ല. ലോകം മുഴുവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ 10-70 പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. ഇതെല്ലാം ശരിയാക്കാൻ ആൾ വേണ്ടേ? എല്ലാം ഒട്ടിച്ച ആളാണ്. അപ്പോൾ അവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ
10-70 പോസ്റ്റ് അടിഞ്ഞു വീണു. ഇവർ ഇത്ര ആൾക്കാർ, നിസ്സാര ആൾക്കാരെന്താ നമ്പേഴ്സ് വെച്ചിട്ട് ഇവർ പോകണ്ടേ? ഞാൻ വിളിക്കാനേ പോയില്ല, കാരണം അവരതുപോലെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും KCB-ക്കാർ. മൂന്നാമത്തെ ദിവസമാണ് കറണ്ട് വന്നത്. വെള്ളിയാഴ്ച ഒരു ഉച്ചയായപ്പോൾ പോയ സംഭവം വെള്ളി പോയി, ശനി ഞായർ രാത്രിയിൽ. ആൾക്കാരെല്ലാം ഭയങ്കര ബഹളവും പ്രതിഷേധവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നത്തെ ദിവസം വ്ളോഗ് എടുക്കണം. കാരണം ചാർജ് വേണ്ടേ, ഫോണിനും ചാർജില്ല, ഒന്നിനും ചാർജില്ല. അതുകൊണ്ട് അന്നത്തെ ദിവസം എല്ലാം ഷോക്കായിപ്പോയി. പിന്നെ ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തിട്ട വീഡിയോസൊക്കെ ചെറുതായിട്ട് ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറയാനായിട്ടാണ് വന്നത്. വേറെ വലിയ വലിയ വിശേഷങ്ങളൊന്നുമില്ല. എന്തായാലും ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. പേഴ്സണലായിട്ട് തന്നെ ഇത് അറിയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കണ്ടൻറ്റ് അത്ര വലിയ സെറ്റപ്പൊന്നുമല്ല, എന്നിട്ടും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കൊള്ളാം, സജഷൻസ് തരുന്ന ആൾക്കാരുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിലൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത് നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം. ഈ പാവപ്പെട്ടവനെ മറക്കരുത് ഒരിക്കലും. നല്ല നല്ല ചാനൽസ് ഒരുപാടുണ്ട്, എന്നിട്ടും ഈ ചാനലിൽ വന്നിരുന്ന് കണ്ട് അതിന് അഭിപ്രായം പറയുന്നതൊക്കെ എന്ത് വലിയ കാര്യമാണ്. അപ്പം അടുത്തൊരു വ്ളോഗോ അല്ലെ കണ്ടൻറ്റോ ആയിട്ട് ഞാൻ ഇനിയും വരും. അതുവരെ ബൈ, താങ്ക് യു.